നിറവിലേക്ക് സ്വാഗതം. സൃഷ്ടി വസ്തുക്കളോടുള്ള സ്നേഹത്തിൽ നിന്നും പിന്മാറി പരിപൂർണ ശൂന്യതയെ കാണാൻ നമുക്ക് കഴിയുന്നെങ്കിൽ ഉന്നത ദിവ്യവരങ്ങളോട് കൂടി ദൈവം നമ്മിലേക്ക് വരും. വിശുദ്ധ വിൽഫ്രഡിന്റെ വാക്കുകൾ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് നിറവ് ആരംഭിക്കാം. ലൂസിയ ലിംന ആലപിക്കുന്ന ഗാനമാണ് ആദ്യം.
ഞാനും ഞങ്ങളുമാകുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസത്തെക്കുറിച്ചാണ് മെർലിൻ ടീച്ചർ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. കാണാം തോട്ട്സ് ഫോർ ലൈഫ്. യഹോവ ശാലോം. നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം ഈ ദിവസത്തിൽ നിങ്ങളോടെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കൊടികളുടെ നിറം നാട്ടിൽ എവിടെ ഇറങ്ങിയാലും കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഏതാണ്, എന്താണ്, എങ്ങനെയാണ്. അതിൻ്റെ നിറങ്ങൾ കാണുമ്പോഴും അതിലെ ചിഹ്നങ്ങൾ കാണുമ്പോഴുമാണ് നമ്മൾ ഇത് എന്തിനെ പ്രതിനിധീകരിക്കുന്നതാണ്, ഇത് പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നതാണോ, എന്തിനെ പ്രതിനിധീകരിക്കുന്നതാണെന്ന് കൊടികളുടെ നിറങ്ങളും കൊടികളുടെ ചിഹ്നങ്ങളും ഒക്കെ കണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ കൊടി നാട്ടി ദൈവസന്നിധിയിൽ യഹോവ നിസി എന്ന് പറയുന്ന അനുഭവം വിശുദ്ധ വേദപുസ്തകത്തിൽ, പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കൊടികൾ കെട്ടി വീടിനെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മളുടെ കൂടെ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടാകണം എന്നൊരു ബോധ്യവും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. ഒരപ്പന് 3 മക്കളുണ്ടായിരുന്നു. ഈ 3 പേരും അപ്പനോടൊപ്പം കൃഷിസ്ഥലത്ത് ജോലിക്ക് പോകുമായിരുന്നു. അപ്പനോടൊപ്പം ജോലിക്ക് പോകുന്നു എങ്കിലും, നല്ലവണ്ണം ജോലി ചെയ്യും എങ്കിലും, ഇവർ 3 പേരും കൂടെ എപ്പോഴും വഴക്കാം. ഏത് കാര്യത്തിനും എന്ത് കാര്യത്തിനും വഴക്കിടുന്നത് ഇവരൊരു ശീലമാക്കി മാറി. വളരുംതോറും ഇവരുടെ വഴക്കുകളും വളർന്നു വന്നുകൊണ്ടേയിരുന്നു. അപ്പന് വല്ലാതെ ബുദ്ധിമുട്ടാണ്. ഈ 3 പേരും കൂടെ വളരുന്നതനുസരിച്ച് വഴക്കുകൾ കൂടിക്കൂടി വന്നു. ഉന്തും തള്ളും ഒക്കെ ആയപ്പം അപ്പൻ പറഞ്ഞു, ഇങ്ങനെ വഴക്കിട്ടാൽ ശരിയാവില്ല, നിങ്ങൾക്ക് 3 പേർക്കും തരാനുള്ളത് ഞാൻ വീതിച്ചു തരാൻ പോവാണ്. മക്കൾക്ക് വലിയ സന്തോഷമായി. അപ്പനിപ്പം ഞങ്ങൾക്ക് 3 പേർക്കും തരാനുള്ളതൊക്കെ വീതിച്ചു തരുമല്ലോ എന്ന്. എന്നാൽ അപ്പൻ അവരോട് പറഞ്ഞു, ഞാൻ തരുന്ന ഒരു പ്രവർത്തനം, ഒരു ടാസ്ക് ചെയ്ത് കാണിക്കുമ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് തരാനുള്ളത് തരുന്നത്. ഇന്ന് വൈകുന്നേരം എൻ്റെ അടുത്തേക്ക് വരിക. 3 പേരും കുളിച്ചൊരുങ്ങി അപ്പൻ്റെ അടുക്കലേക്ക് വന്നു. അപ്പൻ വിറകെടുത്ത് അവരുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, 3 പേരും ഇത് വിറകാക്കിക്കൊണ്ട്, ഈ തടിക്കഷ്ണം വിറകാക്കിക്കൊണ്ട് വരിക. അവരോർത്തു എന്ത് എളുപ്പമുള്ള കാര്യം. അവർ ആ വിറകും കൊണ്ട് പോയി പെട്ടെന്ന് തന്നെ ഓടിച്ചിട്ട് ആദ്യം എത്തുന്നവന് കൂടുതൽ കിട്ടിയാലോ. ഓടി അപ്പൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അപ്പ ഞാൻ ആദ്യം വന്നേട്ടോ. അന്നേരം വേറൊരുത്തൻ പറഞ്ഞു, ഞാനാണ് ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, ഇടയ്ക്ക് വെച്ച് ഒരാൾ എന്നെ പിടിച്ചു നിർത്തി സംസാരിച്ചുകൊണ്ടാണ് ഞാൻ താമസിച്ചത്. ഇങ്ങനെ പറഞ്ഞ് അവിടെ കിടന്ന് ഭയങ്കര വഴക്ക്. ഞാനാണ് ആദ്യം വന്നത്. അപ്പൻ പറഞ്ഞു, അതിന് നമ്മുടെ ടാസ്ക് തീർന്നില്ലല്ലോ. അപ്പൻ ഉടനെ തന്നെ വേറൊരു കെട്ട് വിറക് കൊടുത്തിട്ട് പറഞ്ഞു, ഇതും കൂടെ പോയി ഒടിച്ചോണ്ട് വരിക. അവർ പറഞ്ഞു, ശരി, ചെയ്തോണ്ട് വരാം. തിരിച്ചു വിളിച്ചിട്ട് അപ്പൻ പറഞ്ഞു, ഇതേ വിറക് കെട്ടായിട്ടൊടിക്കണം, ഓരോ വിറകായിട്ട് ഒടിച്ചോണ്ട് വരരുത്. അവർ പറഞ്ഞു, ഞങ്ങൾ ശ്രമിക്കാം. അങ്ങനെ അവർ ഈ വിറക് കെട്ടുകൊണ്ട് പോവാണ്. വിറക് കെട്ടുകൾ കൊണ്ട് പോയിട്ട് തിരിച്ച് വരാൻ നേരത്ത് അവരുടെ എല്ലാം മുഖം വാടിയിരുന്നു. അവരുടെ ടെൻഷൻ, എനിക്ക് ഒടിക്കാൻ സാധിച്ചില്ല, നിനക്കൊടിക്കാൻ സാധിച്ചോ എന്നാണ്. 3 പേരും പരസ്പരം ചോദിച്ചു, നിനക്ക് ഒടിക്കാൻ പറ്റിയോ? അപ്പോൾ ഒരുത്തൻ മറ്റൊരുത്തനോട് പറഞ്ഞു, ഇല്ല, എനിക്ക് പറ്റിയില്ല. ഓരോന്നായിട്ടാണെങ്കിൽ എനിക്ക് പറ്റും, ഒന്നിച്ചെനിക്ക് പറ്റുന്നില്ല. 3 പേർക്കും ആശ്വാസമായി. 3 പേർക്ക് സാധിച്ചില്ലല്ലോ. അങ്ങനെ അവരപ്പൻ്റെ അടുക്കലേക്ക് വന്ന് അപ്പനോട് പറഞ്ഞു, അപ്പാ, ഈ വിറക് ഒടിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല എന്ന്. അപ്പൻ ചോദിച്ചു, ആർക്ക് സാധിച്ചില്ല? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് സാധിച്ചില്ല. അപ്പൻ പറഞ്ഞു, ഈ ഒരു കാര്യത്തിനെങ്കിലും ഞങ്ങൾ എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ഇത്രയും നാളും നിങ്ങൾ ഞാൻ എന്ന് മാത്രമാണ് പറഞ്ഞത്. ഞങ്ങൾ എന്ന് അഭിസംബോധന ചെയ്യുവാൻ ഇതെങ്കിലും ഒരു കാരണമായല്ലോ എന്ന്. പ്രിയമുള്ള മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ സഹോദരന്മാരാണ്. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും മനോഹരവുമാണെന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സഹോദരന്മാർ ഒറ്റയ്ക്ക് നിന്നാൽ ആർക്കും നമ്മളെ ഒടിച്ചു കളയാൻ സാധിക്കും. നമ്മളൊരു വീട്ടിലായിക്കൊള്ളട്ടെ, ഒരു ജോലിസ്ഥലത്തായിക്കൊള്ളട്ടെ, ദേവാലയത്തിലായിക്കൊള്ളട്ടെ, സമൂഹത്തിലായിക്കൊള്ളട്ടെ, ഒറ്റപ്പെട്ട് ഞാനാണ് വലിയത് എന്ന് പറഞ്ഞു നിന്നാൽ നമ്മളെ ഒടിച്ചു കളയാനും നമ്മളെ മുറിച്ചു കളയാനും ഒക്കെ മറ്റുള്ളവർക്ക് എളുപ്പമാണ്. എന്നാൽ കുടുംബത്തിലുള്ളവർ ഒന്നിച്ചു നിന്നാൽ, ജോലിസ്ഥലത്തുള്ളവർ ഒന്നിച്ചു നിന്നാൽ അതിജീവിക്കാൻ പ്രശ്നങ്ങൾക്ക് വളരെ നിസ്സാരമാണ്. പ്രശ്നങ്ങൾ
നമുക്ക് അതിജീവിക്കുവാൻ അത് വളരെ എളുപ്പവുമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കണം. എന്നിട്ട് അപ്പൻ ഒരു കഥ കൂടി പറഞ്ഞു. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഉൽപ്പത്തി പുസ്തകം, വിശുദ്ധ വേദപുസ്തകം ആരംഭിക്കുന്നത് തന്നെ ഉൽപ്പത്തി പുസ്തകമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 2ാമത്തെ ചോദ്യമാണ് നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാവർത്തികമാക്കേണ്ടത്. 1ാമത്തെ ചോദ്യം എന്താണ്? ആദാം, നീ എവിടെയാണ് എന്നാണ്. 2ാമത്തെ ചോദ്യമോ കയീനോടാണ് യഹോവയാം ദൈവം ചോദിക്കുന്നത്, നിന്റെ സഹോദരൻ എവിടെയാണെന്നാണ്. ആദാമിനോട് ചോദിക്കുന്നു നീ എവിടെയാണെന്ന്, മക്കളോട് ചോദിക്കുന്നു നിന്റെ സഹോദരൻ എവിടെയാണെന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമുണ്ട്. നമ്മളോട് ചോദിക്കും ദൈവം, നീ എവിടെയാണ്, നിന്റെ സഹോദരൻ എവിടെയാണ്. സഹോദരൻ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ കയീൻ മറുപടി പറയാണ്, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനോ. കയീനിൻ്റെ വഴിപാടിലും യഹോവയാം ദൈവം പ്രസാദിച്ചില്ല എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് കയീനിലും കയീൻ്റെ വഴിപാടിലും ദൈവം പ്രസാദിക്കാതിരുന്നത്? കാരണം എന്താണെന്നോ, കയീൻ്റെ വഴിപാട് ദൈവത്തിൽ നിന്ന് പലതിനെയും ഒളിച്ചു വെച്ചിട്ടുള്ളതായിരുന്നു. ദൈവത്തിൽ നിന്ന് തനിക്ക് കിട്ടിയ നല്ലതിനെ മറച്ചു വെക്കുകയായിരുന്നു. 3, കയീൻ ദൈവസന്നിധിയിൽ സ്വയം നീതീകരിക്കുന്നവനായിരുന്നു. 4, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ എന്ന് ദൈവത്തെ ചോദിച്ച് മറ്റുള്ളവനെ പഴി ചാരുന്നവനായിരുന്നു. അങ്ങനെയെങ്കിൽ കയീനിൽ ഈ സ്വഭാവം എവിടെ നിന്നാണ് വന്നത്? കയീനിൽ ഈ സ്വഭാവം വന്നത് എവിടെ നിന്നാണെന്നറിയോ? കയീൻ്റെ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നുമാണ്. കയീൻ്റെ അപ്പനായ ആദാമിനോടും അമ്മയായ ഹവ്വായോടും ദൈവം ചോദിച്ചു, ആദാം, ആദാം, നീ എവിടെയെന്ന്. അല്ലെ, നീ എവിടെ എന്ന് ചോദിച്ചപ്പോൾ ആദാം എന്ത് ചെയ്തു? ആദാം ദൈവസന്നിധിയിൽ ഒളിച്ചിരിക്കാൻ ശ്രമിച്ചു. ദൈവസന്നിധിയിൽ തെറ്റുകളെ മറച്ചു വെക്കാൻ ശ്രമിച്ചു. 3, ദൈവസന്നിധിയിൽ ജീവിത പങ്കാളിയെ വിധിക്കാൻ ശ്രമിച്ചു. 4, ദൈവസന്നിധിയിൽ സ്വയം നന്മയെ, ഞാനല്ല, നീ എനിക്ക് കൂട്ടിത്തന്ന ഈ സ്ത്രീയാണ് കാരണമെന്ന് സ്വയം നീതീകരിച്ചു. ആദാം ദൈവസന്നിധിയിൽ ഒളിച്ചിരിക്കാൻ ശ്രമിച്ചു. ആദാം ദൈവസന്നിധിയിൽ മറച്ചു വെക്കാൻ ശ്രമിച്ചു. തനിക്ക് കൂട്ടായിട്ട് ദൈവം തന്ന ജീവിത പങ്കാളിയെ പഴിക്കാൻ ശ്രമിച്ചു. 4, സ്വയം നീതീകരിക്കാൻ ശ്രമിച്ചു. പ്രിയമുള്ളവരെ, ഈ ആദാമിൻ്റെ മകനായ കയീനിൽ കൂടെ ഇത് ആവർത്തിക്കപ്പെടുകയാണ്. എങ്ങനെയാണ് ആവർത്തിക്കുന്നത്? കയീനും തൻ്റെ അപ്പനും അമ്മയും ചെയ്തത് തന്നെ ചെയ്തു. എന്തു ചെയ്തു? കയീൻ ചെയ്തതോ തൻ്റെ അപ്പനെ പോലെ ദൈവസന്നിധിയിൽ ഒളിച്ചിരിക്കാൻ ശ്രമിച്ചു. അപ്പൻ തെറ്റ് മറച്ചു വെക്കാൻ ശ്രമിച്ചെങ്കിൽ ഇവൻ അവൻ്റെ നല്ല വസ്തുക്കളെ മറച്ചു വെച്ചു. തൻ്റെ സഹോദരനെ കുറ്റം പറഞ്ഞു. തൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ ഞാനല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉള്ള മക്കൾ നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകാതെ ഇരിക്കണമെങ്കിൽ നാം എന്തു ചെയ്യണം? ഭവനത്തിന് യഹോവയുടെ നിസി, യഹോവയുടെ കൊടി കെട്ടി കാത്തുകൊള്ളണം. പുറപ്പാട് പുസ്തകത്തിൽ നമുക്കറിയാം, മോശ ഇസ്രായേൽ ജനത്തെ ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് രഫീദിൽ വെച്ച് അമാലേക്കിനോട് യുദ്ധം ചെയ്യേണ്ട ആവശ്യം വന്നു. അമാലേക്കിനോട് യുദ്ധം ചെയ്തിട്ട് വേണം ആ ദേശത്ത് കാലുകുത്തുവാൻ. യുദ്ധത്തിനായിട്ട് യോശുവ ഒരുക്കമുള്ളവനായിട്ട് മുന്നിലോട്ട് പോകുകയാണ്. മോശ യോശുവയോട് പറയാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാം. യോശുവ ആ ധൈര്യത്തിൽ യുദ്ധക്കളത്തിലേക്ക് പോവുകയാണ്. യുദ്ധക്കളത്തിലെത്തിയ യോശുവ മോശയുടെ കൈകൾ ഉയർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ യോശുവയും തൻ്റെ ജനവും ജയിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ കൈ ഭാരം കൊണ്ട് താന്നപ്പോൾ യോശുവയും സൈന്യവും തോൽക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ പെട്ടെന്ന് തന്നെ അഹറോനും ഹൂരും മോശയുടെ കൈയെ കല്ലിൽ വെച്ച് ഉയർത്തിപ്പിടിച്ചു. അവർ ഉയർത്തിപ്പിടിച്ചു വെച്ചു. മോശയുടെ കൈയ്യ് ദൈവസന്നിധിയിൽ മലയുടെ മുകളിൽ ഉയർന്നിരുന്നപ്പോൾ ഇസ്രായേൽ ജനം പടക്കളത്തിൽ ജയിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ മോശയുടെ കൈയ്യ് അഹറോന്റെയും ഹൂരിന്റെയും സഹായത്തോടുകൂടി ഉയർത്തിപ്പിടിക്കാൻ സാധിച്ചപ്പോൾ, ഇസ്രായേൽ ജനം ജയിച്ചപ്പോൾ, ആ ജയത്തിന്റെ അടയാളമായിട്ട് മോശ അവിടെ ഒരു ബലിപീഠം സ്ഥാപിച്ച് കൊടി നാട്ടിയിട്ട് പറഞ്ഞു, യഹോവ നിസി, യഹോവയുടെ കൊടി ഞങ്ങൾക്ക് വിജയം ലഭിച്ചു, അല്ലെങ്കിൽ വിജയം നൽകി എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ഭവനങ്ങളും ഇതുപോലെ ആയിത്തീരണം. എങ്ങനെ? യഹോവയുടെ കൊടി നാട്ടണമെങ്കിൽ ഒരു മനസ്സോടുകൂടി നിൽക്കണം.
അപ്പൻ്റെ കൈ ക്ഷീണിക്കുമ്പോൾ മക്കളൊന്ന് ഉയർത്തിപ്പിടിക്കണം. നമ്മുടെ ദേവാലയങ്ങളിൽ ആത്മീയ കാര്യങ്ങളിൽ നമ്മുടെ മേലധ്യക്ഷന്മാർക്ക് നേരെ വിരൽ ചൂണ്ടുന്നതിന് പകരം കുറവുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് അവരുടെ കൈയെ ദൈവത്തിനു വേണ്ടി ഉയർത്തിപ്പിടിക്കണം. ഭവനത്തിൽ, സമൂഹത്തിൽ, ദേവാലയത്തിൽ മുൻപിൽ നിൽക്കുന്നവരുടെ കൈയെ ഉയർത്തിപ്പിടിക്കുമ്പോൾ കുടുംബത്തിൽ അപ്പൻ്റെ കൈയെ, അമ്മയുടെ കൈയെ ഉയർത്തിപ്പിടിക്കുവാൻ മക്കൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന അഹരോനെയും ഹൂരിനെയും പോലെ പ്രവർത്തിക്കുമ്പോൾ പടക്കളത്തിൽ യോശുവ ജയിച്ചതുപോലെ പ്രവർത്തന മണ്ഡലങ്ങളിൽ നമ്മൾ ഓരോരുത്തരും വിജയത്തിലേക്ക് കടന്നു ചെല്ലും. അങ്ങനെ വീടിനെ കൊടി കെട്ടി കാത്തുകൊള്ളുവാൻ, യഹോവയുടെ നിസ്സി നമ്മുടെ ഭവനത്തിന് അവകാശമാകുവാൻ, ദൈവസന്നിധിയിൽ നീതിയോടെ ജീവിക്കുവാൻ, ഒരുമനപ്പെട്ട് ജീവിക്കുവാൻ, ഞങ്ങൾ എന്ന ബോധ്യം ക്രിസ്തീയ സഭകളിൽ ഉണ്ടാകുവാൻ, ക്രിസ്തീയ കുടുംബങ്ങളിൽ ഉണ്ടാകുവാൻ, ക്രിസ്തീയ സമൂഹത്തിൽ ഉണ്ടാകുവാൻ, മറ്റുള്ളവരുടെ മുൻപിൽ മാതൃകയുള്ളവരായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു. നന്ദി. പോസിറ്റീവ് വൈബ്സിൽ നിഷ ചേച്ചി റെഡിയാണ്. പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. ഒരു ഗ്രാമത്തിൽ വളരെ ധനികനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും പരാതി പറയുകയും ദൈവത്തെ പഴിക്കുകയും ശപിക്കുകയും ചെയ്യും എന്നതായിരുന്നു. ആ ധനികന് വളരെ വിശ്വസ്തനായ ഒരു ഭൃത്യനുമുണ്ടായിരുന്നു. വളരെ വിശ്വസ്തനും കഴിവുള്ളവനുമായിരുന്നതുകൊണ്ട് ആ ഭൃത്യനെ അയാൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. വളരെ നന്നായി അയാളെ പരിഗണിക്കുകയും ചെയ്തിരുന്നു. ഒരു ദിവസം ഭക്ഷണത്തിനിടയിൽ ധനികൻ കഴിച്ച ഒരു കുക്കുംബർ വളരെ കയ്പേറിയതായി അനുഭവപ്പെട്ടു. ഭാവവ്യത്യാസമൊന്നും കാണിക്കാതെ അയാൾ തൻ്റെ ഭൃത്യനെ വിളിച്ച് ആ കുക്കുംബർ അയാൾക്ക് കൈമാറി. ഭൃത്യൻ കയ്യിൽ കിട്ടിയ കുക്കുംബർ യാതൊരു ഭാവഭേദവും കൂടാതെ വളരെ രുചികരമായ ഒരു ഭക്ഷണം കിട്ടിയാൽ എന്നതുപോലെ ആസ്വദിച്ച് കഴിച്ചു തീർത്തു. ഇത് കണ്ട യജമാനൻ അത്ഭുതപ്പെട്ടു. അയാൾ തൻ്റെ ഭൃത്യനോട് ചോദിച്ചു, അത് വളരെയേറെ കയ്പുള്ളതായിരുന്നല്ലോ, എന്നിട്ടും നീ എങ്ങനെയാണ് ഇത്ര ആസ്വദിച്ച് അത് കഴിച്ചു തീർത്തത്? ഭൃത്യൻ നൽകിയ മറുപടി ധനികനെ ചിന്തിപ്പിച്ചു. അങ്ങ് വളരെ നല്ലവനാണ്. എല്ലാ ദിവസവും എന്നെ വളരെ നല്ല രീതിയിലാണ് അങ്ങ് ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ ദിവസവും ഏറ്റവും നന്മയായത് മാത്രം അങ്ങിൽ നിന്ന് സ്വീകരിക്കുന്ന ഞാൻ ഈ ഒരു ചെറിയ കുറവിന്, കയ്പേറിയ ഒരു കുക്കുംബറിനെ പ്രതി അങ്ങേ പഴിക്കുന്നത് എങ്ങനെ? നന്മകൾ സ്വീകരിക്കുമ്പോൾ തീർച്ചയായും ഞാൻ ഇടയ്ക്കൊക്കെ ഇത്തരത്തിലുള്ള കയ്പുകളും സ്വീകരിക്കേണ്ടതല്ലേ? ഭൃത്യൻ്റെ വാക്കുകൾ ധനികൻ്റെ മനസ്സിനെ സ്പർശിക്കുകയും അദ്ദേഹത്തിൻ്റെ മനോഭാവത്തെ മാറ്റിമറിക്കുകയും ചെയ്തു എന്നതാണ് കഥ. നമ്മുടെ ജീവിതത്തിലും ഒരു ദിവസം എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓർമ്മകളിലേക്ക് കടന്നു വരുന്നത് കൂടുതലും ദൈവം തന്ന അനുഗ്രഹങ്ങളാണോ അതോ നമ്മുടെ കുറവുകളെക്കുറിച്ചുള്ള പരാതികളാണോ? നമ്മുടെ പ്രാർത്ഥനകളിൽ കൂടുതലും നിറഞ്ഞു നിൽക്കുന്നത് കൃതജ്ഞതയാണോ അതോ നമുക്ക് ഇല്ലാതെ പോയ, കിട്ടാതെ പോയ കാര്യങ്ങളെക്കുറിച്ചുള്ള പരാതികളും കിട്ടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അഭ്യർത്ഥനകളുമാണോ? ചെറുതോ വലുതോ ആയ കുറവുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതുവരെ കിട്ടിയ നന്മകളും അനുഗ്രഹങ്ങളുമൊക്കെ നമ്മൾ മറന്നു പോകാറുണ്ട്. ഇന്നത്തെ ദിവസം നമുക്കതിനെക്കുറിച്ച് ഒന്ന് വിചിന്തനം ചെയ്യാനായി സാധിക്കട്ടെ. കിട്ടിയ നന്മകളെ പ്രതി നന്ദി പറയുവാനും ചെറിയ കുറവുകളും സഹനങ്ങളുമൊക്കെ നന്ദിയോടെ സ്വീകരിക്കുവാനും പരാതികളില്ലാതെ ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിക്കട്ടെ. സൃഷ്ടി വസ്തുക്കളോടുള്ള സ്നേഹത്തിൽ നിന്നും പിന്മാറി പരിപൂർണ്ണ ശൂന്യതയായി കാണാൻ നമുക്ക് കഴിയുന്നെങ്കിൽ ഉന്നത ദിവ്യവരങ്ങളോട് കൂടി ദൈവം നമ്മിലേക്ക് വരും. നിറവ് ഇവിടെ അവസാനിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. നാളെ ഇതേ സമയം കണ്ടുമുട്ടുന്നവരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർമ്മിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നീ വരൂ സ്നേഹ
ശാന്തിയായി സൗഖ്യമായി നീ വരൂ എൻ നായക. കാവലായി നീ വരൂ സ്നേഹമേ എൻ ദൈവമേ.